അടുത്തതായി 588 നാമം ശമഃ. ശമഃ ശമഃ എന്ന് പറഞ്ഞാൽ ശാന്തി എന്ന അർത്ഥം, സമാധാനം എന്നൊക്കെയാണ് ശമഃ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അത് ഭഗവാന്റെ സ്വരൂപവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നോക്കാം. ഭാഷ്യകാരൻ പറയുന്നു, ഭോക്താരം യജ്ഞതപസാം എന്ന ഗീതാ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ ഇച്ഛ, ഭയം, ക്രോധം എന്നിവയുടെ ശാന്തിക്കുള്ള ഉപായത്തെ നിർദ്ദേശിക്കുന്നു എന്നതിനാൽ ശമഃ എന്ന് നാമം. ഗീതാശ്ലോകം ഭോക്താരം യജ്ഞതപസാം എന്ന് തുടങ്ങുന്ന ഗീതാശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇച്ഛ, ഭയം, ക്രോധം എന്നിവയുടെ ശാന്തിക്കുള്ള ഉപായത്തെ നിർദ്ദേശിക്കുന്നു. അപ്പൊ നമുക്ക് ആ ശ്ലോകം ഒന്ന് നോക്കാം. 5-ാമത്തെ അധ്യായം, ഭഗവത്ഗീതയിലെ 5-ാമത്തെ അധ്യായത്തിലെ 29-ാമത്തെ ശ്ലോകമാണത്. അത് ശ്രീരാമാനുജ ഭാഷ്യത്തോടു കൂടി നമുക്കൊന്ന് കേൾക്കാം. ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി. ശാന്തിയെ പ്രാപിക്കുന്നു ഒരു ജീവൻ. ഏത് രീതിയിലാണ്? ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി. എന്നെ മുകളിൽ പറഞ്ഞ പ്രകാരത്തിൽ മനസ്സിലാക്കിയ ഒരാൾ ശാന്തിയെ പ്രാപിക്കുന്നു. എങ്ങനെയൊക്കെയാണ് ഭഗവാനെ മനസ്സിലാക്കേണ്ടത്? ഭോക്താരം യജ്ഞതപസാം, യജ്ഞ തപസ്സുക്കളുടെ ഭോക്താവാണ് ഞാൻ ഭഗവാൻ എന്ന് ആരാണോ മനസ്സിലാക്കുന്നത് അയാൾ ശാന്തിയെ പ്രാപിക്കുന്നു. സർവലോകമഹേശ്വരം, എല്ലാ ലോകങ്ങളുടെയും ഈശ്വരനാണ് ഞാൻ എന്ന് ആരാണോ മനസ്സിലാക്കുന്നത് അയാൾ ശാന്തിയെ പ്രാപിക്കുന്നു. സുഹൃദം സർവഭൂതാനം, എല്ലാ ഭൂതങ്ങളുടെയും ഉണ്ടായവയായ എല്ലാത്തിൻ്റെയും സുഹൃത്ത് ആണ് ഞാൻ എന്ന് മനസ്സിലാക്കുന്നവർ ശാന്തിയെ പ്രാപിക്കുന്നു. മൂന്ന് രീതിയിൽ ഭഗവാനെ മനസ്സിലാക്കിയാൽ ആ മനസ്സിലാക്കുന്നവൻ ശാന്തിയെ പ്രാപിക്കുന്നു എന്നാണ്. ഭോക്താരം യജ്ഞതപസാം, യജ്ഞതപസ്സുകളുടെ ഭോക്താവ്. യജ്ഞം, തപസ് എന്നീ കാര്യങ്ങൾ ഒരു ഫലപ്രാപ്തിക്കായിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ലോകത്ത് ഏതൊക്കെ കാര്യങ്ങൾ ഫലപ്രാപ്തിക്ക് വേണ്ടി ചെയ്യുന്നുവോ അതിൻ്റെ ഫലം ലഭിച്ചാൽ ഉണ്ടാകുന്ന സുഖം അനുഭവിക്കുന്നത് ഭഗവാനാണ് എന്ന് ആരാണോ മനസ്സിലാക്കുന്നത് അയാൾ ശാന്തിയെ പ്രാപിക്കുന്നു. നമ്മളൊരാഗ്രഹം ഉണ്ട്, ആ ആഗ്രഹത്തിന് വേണ്ടി പ്രയത്നിക്കുന്നു. ആ പ്രയത്നിച്ചതിന് ശേഷം നമ്മളുടെ ആഗ്രഹം സഫലീകരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സുഖം ശരിക്കും അനുഭവിക്കുന്നത് നമ്മളല്ല, നമ്മളിലൂടെ ഭഗവാനാണ് എന്ന് മനസ്സിലാക്കുന്നവർ ശാന്തിയെ പ്രാപിക്കുന്നു എന്നർത്ഥം. ഈ ലോകത്തുള്ള എല്ലാ സുഖങ്ങളുടെയും ദുഃഖങ്ങളുടെയും അനുഭവിക്കുന്നവൻ ശരിക്കും ഭഗവാനാണ്. ഞാൻ ഒരു വിഷയത്തിന് വേണ്ടി ട്രൈ ചെയ്യാണ്. ഇപ്പം ഞാനൊരു UPSC എക്സാം പാസ്സാവാൻ വേണ്ടി ഞാൻ ഉദ്യമിക്കുന്നു, ഞാൻ പ്രയത്നിക്കുന്നു. അങ്ങനെ ഞാൻ UPSC പാസ്സാവുന്നു, എനിക്ക് നല്ലൊരു പ്ലേസ്മെൻറ്റ് കിട്ടുന്നു, നല്ല പൊസിഷനിലുള്ളൊരു ജോബ് കിട്ടുന്നു. അപ്പം ഞാൻ സ്വാഭാവികമായിട്ട് എനിക്ക് സന്തോഷവും ആനന്ദവും സുഖവും ഉണ്ടാകുന്നു. ആ സന്തോഷം, ആ ആനന്ദം, സുഖം അനുഭവിക്കുന്നത് ഭഗവാനാണ്, എന്നിലൂടെ ഭഗവാനാണ്. അതാണ് ഭോക്താരം യജ്ഞതപസാം, യജ്ഞതപസ്സുകളുടെ ഭോക്താവ് ഞാനാണ്, അനുഭവിക്കുന്നവൻ അതാണ് ഭോക്താവ്. ഞാൻ ഒരു സിനിമ കാണുന്നു, മനോഹരമായിട്ടുള്ളൊരു സിനിമ കണ്ട് എനിക്ക് ഉണ്ടാകുന്ന സുഖം ശരിക്കും അനുഭവിക്കുന്നത് ആ ഭോക്താവ് ഭഗവാനാണ്. കാരണം നമ്മളുടെ ഓരോരുത്തരുടെയും അകത്തും പുറത്തും ഇരിക്കുന്നത് ഭഗവാനാണ്. ഭഗവാൻ എല്ലായിടത്തും വ്യാപിച്ച് എല്ലാ ഭൂതങ്ങളുടെയും അകത്തും പുറത്തും ഇരിക്കുന്നവനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുടെയും ഭോക്താവും ഭഗവാൻ തന്നെയാണ്. അതാണ് ഭോക്താരം യജ്ഞതപസാം. സർവലോക മഹേശ്വരം, എല്ലാ ലോകങ്ങൾക്കും
എല്ലാ ലോകങ്ങളുടെയും മഹത്തായിട്ടുള്ള ഈശ്വരൻ. എല്ലാ ലോകങ്ങളുടെയും എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓരോ മനുഷ്യരും ഓരോ ജീവികളും, അത് സൂക്ഷ്മജീവികളായിക്കോട്ടെ വലിയ ജീവികളായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ലോകമുണ്ട്. ഇപ്പോൾ എൻ്റെ ലോകത്തുള്ള ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളുടെ ലോകത്തുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഓരോ വ്യക്തിക്കും അവരവരുടേതായിട്ടുള്ള ലോകമുണ്ട്, ഓരോ മനുഷ്യനും അവരവരുടേതായിട്ടുള്ള ലോകമുണ്ട് എന്ന് പറയുന്നത് പോലെ ഓരോ ജീവികൾക്കും അവരവരുടേതായിട്ടുള്ള ലോകങ്ങളുണ്ട്. അപ്പൊ എത്ര ലോകങ്ങളുണ്ട് ഈ ലോകത്ത്? നമ്മൾ കാണുന്നത് പോലെയല്ല വേറൊരാൾ ഈ ലോകത്തെ കാണുന്നത്. ഓരോരുത്തരുടെയും ലോകസങ്കല്പങ്ങൾ വ്യത്യാസമുണ്ട്. അപ്പോൾ മനുഷ്യൻ തുടങ്ങിയിട്ടുള്ള ഈ ലോകത്ത് മൃഗങ്ങൾ തുടങ്ങിയിട്ടുള്ളത് അവരുടെ ലോകങ്ങൾ. ഇനി മരങ്ങൾ, പുഴകൾ, ചെടികൾ, ഇതിനെല്ലാത്തിനും ഇതെല്ലാം സബ്ജക്റ്റ് ആണെന്നാണ് പറയുന്നത്. ഇതിനെല്ലാം ജീവനുണ്ട്. ഇതും ലോകത്തിനെ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അവരുടെയും ലോകം ഏതുപോലെയാണോ നമ്മളുടെ ലോകത്ത് ഉള്ള ഒബ്ജക്റ്റുകളാണ് ഈ മരങ്ങൾ എന്ന് പറയുന്നത് പോലെ മരങ്ങളുടെയും പക്ഷികളുടെയും പ്രാണികളുടെയും ഒക്കെ ലോകത്തുള്ള ഒബ്ജക്റ്റുകളാണ് നമ്മൾ. അപ്പോൾ അനവധി ലോകങ്ങൾ, ആ ലോകങ്ങളുടെ എല്ലാത്തിൻ്റെയും മഹത്തായിരിക്കുന്ന ഈശ്വരൻ, ആ ലോകങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഈശ്വരൻ. അപ്പോൾ ഭോക്താരം യജ്ഞതപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം, എല്ലാ ഭൂതങ്ങളുടെയും സുഹൃത്താണ്. സുഹൃത്ത് എന്നുള്ള വാക്കിന് ഹൃദയത്തോട് ഏറ്റവും അടുത്തവൻ എന്നർത്ഥം. സുഹൃത്ത്, ഹൃത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവൻ, ഹൃത്തിന് സന്തോഷമുണ്ടാക്കുന്നവൻ, അതാണ് സുഹൃത്ത്. അപ്പോൾ ഹൃദയത്തിലിരിക്കുന്നവൻ, ഹൃദയവാസിയാണ് എന്നുള്ളത് ഭഗവാനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹൃദയത്തിന് ഏറ്റവും അടുത്തിരിക്കുന്നവൻ, സുഹൃതം സർവഭൂതാനാം, ലോകത്തിലെ എല്ലാവരുടെയും സുഹൃത്തായിരിക്കുന്നവൻ ആണ് ഭഗവാൻ എന്ന സ്വരൂപം ആരാണോ മനസ്സിലാക്കുന്നത് അയാൾ ശാന്തിയെ പ്രാപിക്കുന്നു. ഇനി ഭാഷ്യത്തിലേക്ക് കടക്കാം. ഈ പറഞ്ഞത് തന്നെയാണ് പറയുന്നത്. യജ്ഞതപസാം ഭോക്താരം സർവലോക മഹേശ്വരം സർവഭൂതാനാം സുഹൃതം മാം ജ്ഞാത്വാ ശാന്തിം ഋച്ഛതി. അതായത് യജ്ഞതപസ്സുകളുടെ ഭോക്താവായിട്ടും എല്ലാ ലോകങ്ങളുടെയും ഈശ്വരനായിട്ടും എല്ലാ ഭൂതങ്ങളുടെയും ഉണ്ടായവ എല്ലാത്തിൻ്റെയും സുഹൃത്തായിട്ടും ആരാണോ എന്നെ അറിയുന്നത് അയാൾ ശാന്തിയെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഭാഷകാരൻ പറയുന്നു കർമ്മയോഗ, ശ്രീരാമാനുജാചാര്യർ പറയുന്നു കർമ്മയോഗ കരണ ഏവ സുഖം ഋച്ഛതി. കർമ്മയോഗ കരണ ഏവ, കർമ്മയോഗ കരണേ ഏവ സുഖം ഋച്ഛതി. കർമ്മയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ശാന്തിയെ അയാൾ പ്രാപിക്കുന്നു. അതായത് ഇത് കഴിഞ്ഞതിന് ശേഷമല്ല നമ്മൾ ആ സമാധാനവും ശാന്തിയും അനുഭവിക്കുന്നത്, ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ. നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്നത്, നമ്മൾ ബാഡ്മിൻ്റൺ കളിക്കുന്നത്, നമ്മൾ എന്ത് കളി വേണമെങ്കിലും കളിക്കുന്നത്, നമ്മൾ സിനിമ കാണുന്നത്, ഇതൊക്കെ കളി കഴിഞ്ഞതിന് ശേഷമോ സിനിമ കാണൽ കഴിഞ്ഞതിന് ശേഷമോ അല്ല നമ്മൾ ആസ്വദിക്കുന്നത്, അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആസ്വദിക്കുന്നത്. എന്ന് പറയുന്നത് പോലെ ആരാണോ ഈ ഭഗവാനെ യജ്ഞതപസ്സുകളുടെ ഭോക്താവും എല്ലാത്തിൻ്റെയും ഈശ്വരനും എല്ലാ ഭൂതങ്ങളുടെയും സുഹൃത്തുമായി കാണുന്നത്, അയാൾ ഈ ലോകത്ത് നിന്നുകൊണ്ട് ഈ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അയാൾ സമാധാനത്തെ അനുഭവിക്കുന്നു. അയാൾ ദുഃഖത്തെ അനുഭവിക്കുമ്പോൾ തന്നെ അയാൾ സമാധാനത്തെ അനുഭവിക്കുന്നു. അയാൾ സുഖത്തെ അനുഭവിക്കുമ്പോൾ തന്നെ അയാൾ സമാധാനത്തെ അനുഭവിക്കുന്നു. കാരണം നമ്മൾ നേരത്തെ സന്യാസം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കേട്ടു. ഈ കാണുന്ന എല്ലാം ഭഗവാനിൽ ആണ് ഉള്ളത്. ഈ ദുഃഖവും സുഖവും ഒക്കെ ഭഗവാനിൽ സമർപ്പിച്ച് ജീവിക്കുമ്പോൾ, ഭഗവാനിൽ സമർപ്പിച്ച് കർമ്മം ചെയ്യുമ്പോഴാണ് സന്യാസമാകുന്നത്. എന്ന് പറയുന്നത് പോലെ ഞാൻ കേവലം ഒരു ഉപകരണം മാത്രമാണ്. എന്നിലൂടെ ഭഗവാനാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്. എന്നിലൂടെ ആ കർമ്മങ്ങൾക്കുള്ള ഫലം അനുഭവിക്കുന്നത്, ദുഃഖമാണെങ്കിലും ശരി സുഖമാണെങ്കിലും ശരി, അത് ഭഗവാനാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരാൾ ആ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സമാധാനത്തെ പ്രാപിക്കുന്നു, ശാന്തിയെ പ്രാപിക്കുന്നു. തുടർന്ന് ശ്രീരാമാനുജാചാര്യർ പറയുന്നു സർവലോക മഹേശ്വരം.
സർവേഷാം ലോകേശ്വരാണാം അപി ഈശ്വരം തം ഈശ്വരാണാം പരമം മഹേശ്വരം. സർവലോക മഹേശ്വരൻ, സർവലോക മഹേശ്വരൻ എന്നുള്ള വാക്കിനെ പറയണം. സർവേഷാം ലോകേശ്വരാണാം അപി ഈശ്വരം, എല്ലാ ലോകങ്ങളുടെ ഈശ്വരന്മാരുടെയും ഈശ്വരൻ. സത്യത്തില് ഈ ലോകത്തിന്റെ ഈശ്വരൻ ആരാണ്? ഞാൻ കാണുന്ന ഈ ലോകത്തിന്റെ ഈശ്വരൻ ആരാണ്? ശരിക്ക് ഞാനാണ്. എൻ്റെ ലോകത്തിലെ ഈശ്വരൻ ഞാനാണ്. കാരണം ഞാൻ കണ്ണടച്ചാൽ ഈ ലോകമില്ലാതായി, ഞാൻ ഉറങ്ങിപ്പോയാൽ ഈ ലോകമില്ലാതായി. ഞാനുള്ളത് കൊണ്ടാണ് ഈ ലോകമുള്ളത്. അപ്പോൾ ഈ ലോകത്തിൻ്റെ ഈശ്വരൻ ഞാനാണ്. അപ്പം നമ്മൾ സബ്ജക്റ്റ് ആകുന്ന ഈശ്വരൻ നമ്മൾ ഓരോരുത്തരുമാണ് ഈ ലോകത്തിൻ്റെ ഈശ്വരൻ. അങ്ങനെയുള്ള എല്ലാ ഈശ്വരന്മാരുടെയും, അങ്ങനെ എത്ര കോടിക്കണക്കിനുള്ള സബ്ജക്റ്റുകളുടെയൊക്കെ ഈശ്വരൻ, അതാണ് സർവലോക മഹേശ്വരം. അപീശ്വരം ഇതി ഹി ശ്രൂയത്തെ എന്ന് കേൾക്കുന്നു. അതിനൊരു ശ്വേതാശ്വതരോപനിഷത്തിൽ പറയുന്നു, തമേശ്വരാണാം പരമം മഹേശ്വരം. ആ ഈശ്വരന്മാരുടെ പരമമായിട്ടുള്ള മഹേശ്വരനായിക്കൊണ്ട്. അപ്പം അങ്ങനെയുള്ള സർവലോക മഹേശ്വരൻ മാം സർവലോക മഹേശ്വരം സർവസുഹൃതം ജ്ഞാത്വാ മദാരാധന രൂപ കർമ്മയോഗ ഇതി സുഖേന തത്ര പ്രവർത്തതേ ഇത്യർത്ഥ. എന്നെ എല്ലാ സർവലോക മഹേശ്വരനായിട്ടും എല്ലാവരുടെയും സുഹൃത്തായിട്ടും അറിഞ്ഞുകൊണ്ട് മദാരാധന രൂപ കർമ്മയോഗ ഇതി സുഖേന തത്ര പ്രവർത്തതേ, എന്നെ ആരാധിക്കുന്ന രൂപത്തിലുള്ള കർമ്മയോഗത്തെ ചെയ്യുക. എന്നെ ആരാധിക്കുന്ന കർമ്മയോഗം, അതായത് എന്താണ് ഭഗവത് ആരാധന? നമ്മളിതിനു മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ കർമ്മം, നമ്മൾ ചെയ്യേണ്ട ലോകത്തുള്ള കർമ്മം എന്തോ ആയിക്കോട്ടെ, അത് കൃത്യമായിട്ട് ചെയ്യുക. അത് എന്നിലൂടെ ചെയ്യപ്പെടേണ്ടതാണ് എന്ന് ഈശ്വരൻ തീരുമാനിച്ചതാണെന്നുള്ള ഉറപ്പോടുകൂടി, ഈശ്വരൻ്റെ ടൂളാണെന്നുള്ള ഉറപ്പോടുകൂടി ഈശ്വരനിൽ സമർപ്പിച്ച് ചെയ്യുക. അതാണ് ഭഗവാന് മത് ആരാധന രൂപ കർമ്മയോഗ. എൻ്റെ ഉദാഹരണത്തിന് ഞാനൊരു യുക്തിവാദിയാണ്. എൻ്റെ ജോലി യുക്തിവാദം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ യുക്തിവാദത്തെ, ഈശ്വരനില്ല എന്നുള്ള ആ വാദത്തെ നല്ല രീതിയിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുക. അതാണ് ഈശ്വരൻ എന്നിൽ നിക്ഷേപിച്ചിട്ടുള്ള ചുമതല, ധർമ്മം. അതാണ് കർമ്മയോഗം. ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ എന്ത് പ്രവൃത്തിയാണെങ്കിലും ശരി, എന്ത് പ്രവൃത്തിയാണെങ്കിലും ശരി, അതിൽ ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. എൻ്റെ സ്വഭാവത്തിനനുസരിച്ച് മുന്നോട്ട് പോവുക. അത് ചെയ്യുമ്പോൾ സുഖേന തത്ര പ്രവർത്തത, അത് സുഖത്താൽ അത് പ്രവർത്തിക്കപ്പെടും. സുഹൃതം ആരാധനായ സർവേ പ്രവർത്തന്തേ. സുഹൃതം സർവഭൂതാനാം എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ഗീതയിൽ പറയുന്നത് ഞാൻ എല്ലാവരുടെയും സുഹൃത്താണ്. അപ്പോൾ എന്നെ ആരാധിക്കുന്ന രീതിയിൽ എല്ലാവരും പ്രവൃത്തികൾ ചെയ്യുക. കാരണം എന്താണ്? സുഹൃത്തുക്കളെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് ലോകത്ത് എല്ലാവരും പ്രവർത്തിക്കുന്നത്. നമുക്ക് ഹൃദയത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യും. അത് ബന്ധുക്കളാകാം, നമ്മുടെ അമ്മയാവാം, സഹോദരന്മാരാവാം, ഭാര്യയാവാം, കാമുകിയാവാം, ആരും ആവാം, സുഹൃത്തുക്കൾ ആരും ആവാം. അങ്ങനെ ഹൃദയത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി എന്തും നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ഹൃദയത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഭഗവാന് വേണ്ടി നമ്മൾ എന്തും ചെയ്യാൻ തയ്യാറാവും. അങ്ങനെ തയ്യാറായി അങ്ങനെ പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകൾ പരമമായിട്ടുള്ള ശാന്തിയെ പ്രാപിക്കുന്നു. അതാണ് ഗീതയിൽ പറയുന്നത്. ഭോക്താരം യജ്ഞ തപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി പൃച്ഛതി. അതാണ് ഗീതയിൽ പറയുന്നത്. അപ്പോൾ
അപ്പോൾ ഈ ഗീതയിൽ പറഞ്ഞതുപോലെ, ഈ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ ഇച്ഛ, ഭയം, ക്രോധം എന്നിവയുടെ ശാന്തിക്കുള്ള ഉപായത്തെ നിർദ്ദേശിക്കുന്നു. അപ്പോൾ 3 കാര്യങ്ങൾ: ഇച്ഛ, ഭയം, ക്രോധം. ഇച്ഛ, കിട്ടണം എന്നുള്ള ആഗ്രഹം, ഒരു വിഷയത്തോട് ആ വിഷയത്തെ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹം, അത് ലഭിക്കണം എന്നുള്ള ആഗ്രഹം, അത് ലഭിക്കാതാകുമോ എന്നുള്ള ഭയം, അത് ലഭിക്കാതായാൽ ഉണ്ടാകുന്ന ക്രോധം. ഇച്ഛ, ഭയം, ക്രോധം എന്നിവയുടെ ശാന്തിക്കുള്ള ഉപായത്തെ നിർദ്ദേശിക്കുന്നു. ഇപ്പൊ നിർദ്ദേശിച്ചു ഭഗവാൻ. എന്നെ എല്ലാ യജ്ഞ തപസ്സുകളുടെയും ഭോക്താവായിട്ട്, എല്ലാ ലോകങ്ങളുടെയും ഈശ്വരനായിട്ട്, എല്ലാ ഭൂതങ്ങളുടെയും സുഹൃത്തായിട്ട് ആരാണോ കാണുന്നത്, ദർശിക്കുന്നത്, അയാൾ പരമമായ ശാന്തിയെ പ്രാപിക്കുന്നു എന്ന് പറയുന്നത് പോലെ അതാണ് ശാന്തിക്കുള്ള ഉപായം. അതുപോലെ ഭഗവാൻ നിർദ്ദേശിക്കുന്നു. പരമമായിട്ടുള്ള ശാന്തി അതിനുവേണ്ടി നിർദ്ദേശിക്കുന്നു എന്നതിനാൽ ശമ എന്ന് നാമം. അടുത്തത് 589 നാമം. ശാന്തഃ. ശാന്തഃ, ശാന്തനായിരിക്കുന്നത്. ശമ എന്നുള്ള വാക്കിൻ്റെ ശമം ചെയ്യുന്നവൻ, ശാന്തിയെ കൊടുക്കുന്നവൻ, ശാന്തിക്കുള്ള ഉപായം പറഞ്ഞു കൊടുക്കുന്നവൻ. അങ്ങനെ ശാന്തിക്കുള്ള ഉപായവും പറഞ്ഞു കൊടുത്തു ഭഗവാൻ. അടുത്തത് ശാന്തഃ, സ്വയം ശാന്തനായിരിക്കുന്നത്. ഭാഷകാരൻ പറയുന്നു, ഭഗവാൻ സ്വയം ശാന്തനായി ഇരിക്കുന്നു. ഭഗവാന്റെ മഹിമ എന്നത് സമുദ്രം പോലെ വികസിച്ചിരിക്കുന്നതാണ് എങ്കിലും തിരകളില്ലാത്ത സമുദ്രത്തെ പോലെ ശാന്തനായിരിക്കുന്നു ഭഗവാൻ എന്നതിനാൽ ശാന്തഃ എന്ന് നാമം. ഭഗവാന്റെ മഹിമ, മഹിമ എന്ന് പറഞ്ഞാൽ വലിപ്പം എന്നർത്ഥം. ആ മഹിമ സമുദ്രം പോലെ വികസിച്ചിരിക്കുന്നതാണ്. സമുദ്രം പോലെ ഇങ്ങനെ ആഴത്തിലും പരപ്പിലും കിടക്കുന്നതാണ്. എങ്കിൽ പോലും തിരകളില്ലാത്ത സമുദ്രത്തെ പോലെ ശാന്തനായിരിക്കുന്നു ഭഗവാൻ. ഭഗവാൻ വളരെ ശാന്തനായിരിക്കുന്നവനാണ്. നമുക്കൊരു കുടുംബമുണ്ടെന്ന് വിചാരിക്കും. നമ്മളൊരു കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബനാഥ ആണ്. നമ്മുടെ കുടുംബത്തിൽ ഈ കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് പല പല രീതിയിലുള്ള സംഘർഷങ്ങളിലൂടെ പോകേണ്ടി വരും. അതൊരു കുടുംബമാവാം, സ്ഥാപനമാകാം, നമ്മൾ താമസിക്കുന്ന ആ ഗ്രാമമോ നഗരമോ എന്താണെന്ന് വെച്ചാൽ അതാകാം. നമ്മൾ അവിടെ ജീവിക്കുമ്പോൾ നമുക്ക് പല 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 പ്രശ്നങ്ങളിലൂടെയും മുന്നോട്ട് പോകേണ്ടി വരും. ഈ പല പ്രശ്നങ്ങളിലും നമ്മൾ ക്ഷുഭിതരാകുകയും ചെയ്യും, അഗ്രസീവ് ആവും നമ്മൾ. അപ്പോൾ കുടുംബത്തിൽ, നമ്മളൊരു കുടുംബത്തിൽ 4 പേരുണ്ട്, 5 പേരുണ്ടെങ്കിൽ 8 പേരുണ്ട്, 10 പേരുണ്ടെങ്കിൽ ആ കുടുംബത്തിന് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് പല പല വികാരങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. പക്ഷെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം മുഴുവൻ ഭഗവാൻ നിയന്ത്രിക്കുന്നതാണ്. ഒരു കുടുംബം മാത്രമല്ല, അങ്ങനെ കോടിക്കണക്കിന് കുടുംബങ്ങൾ അടങ്ങുന്ന ഈ മുഴുവൻ ലോകം ഭഗവാന്റെ മഹിമയായിട്ട് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കാണ്. ഒരു സ്ഥലത്ത് മാത്രമല്ല. ഭഗവാന്റെ വൈചിത്രങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ യാത്രകൾ നടത്തി കഴിഞ്ഞാൽ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക്, നമുക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ മനുഷ്യരുടെ വൈചിത്രങ്ങൾ, ജീവജാലങ്ങളുടെ വൈചിത്രങ്ങൾ ഒക്കെ കണ്ടാൽ ഒന്നും വേണ്ട, നമ്മൾ ചാനലുകളിൽ, ഡിസ്കവറി ചാനൽ അല്ലെങ്കിൽ ആനിമൽ പ്ലാനറ്റ് ഇങ്ങനെയുള്ള ചാനലുകളിൽ അല്ലെങ്കിൽ യൂട്യൂബ് പല ഡോക്യുമെൻ്ററീസ് ഒക്കെ കണ്ടാൽ പല ജീവജാലങ്ങളുടെ വൈചിത്രങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ അങ്ങനെ ജീവജാലങ്ങളെയും അവരുടെ ആവാസ വ്യവസ്ഥതയെയും നമ്മളെപ്പോലുള്ള മനുഷ്യരുടെയും, അതും പല നാടുകളിലുള്ള മനുഷ്യരുടെയും എല്ലാവരുടെയും ഒരേ സമയം നിൽക്കുന്ന ഈ നിറഞ്ഞു കിടക്കുന്ന, എല്ലാ സ്ഥലത്തും നിറഞ്ഞു കിടക്കുന്ന ഈ പരമമായ ഈശ്വരബോധം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ശാന്തനായിട്ടാണ് നിൽക്കുന്നത്. സമുദ്രം പോലെയാണ്. നമ്മളൊരു കുടുംബത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ശാന്തരല്ലാതെയാകും. പക്ഷെ ഭഗവാൻ ഈ ലോകം മുഴുവൻ സമയമായിട്ടും ദേശമായിട്ടും, കാലമായിട്ടും ദേശമായിട്ടും നിലനിന്നിട്ട് മുന്നോട്ട് പോകുമ്പോഴും ഭഗവാൻ ശാന്തനായി ഇരിക്കുന്നു.
അതുകൊണ്ട് ഭഗവാന് ശാന്ത എന്ന് നാമം. പതഞ്ജലി മഹർഷി ഭഗവത് ദർശനം കിട്ടിയ ആളുകളുടെ പ്രഭാവത്തെക്കുറിച്ച് പതഞ്ജലി മഹർഷി പ്രകാരം പറയുന്നു. പതഞ്ജലിയുടെ യോഗസൂത്രം അതിൽ രണ്ടാമത്തെ പാദം, സാധനാപാദം, അതിൽ 35ാമത്തെ സൂത്രം. ഇപ്രകാരം പറയുന്നു: തൽസന്നിധൗ വൈരത്യാഗ. അതായത് ശമത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം, അഹിംസയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം, ആരാണോ അഹിംസ, അതായത് ഈ ശമദമാദികൾക്ക് വിരുദ്ധമായിട്ട് നിൽക്കുന്ന വിഷയങ്ങളെ ആരാണോ അടക്കിയത്, അയാളിൽ അഹിംസ ഉണ്ടാകുന്നു, പരഹിംസ ഇല്ലാതെയാകുന്നു. ഈ പരഹിംസ ഇല്ലാതെ അഹിംസയിൽ നിഷ്ഠനായിട്ടുള്ള ഒരാൾ വൈരങ്ങളെ ത്യജിക്കുന്നു. ആ സന്നിധിയിൽ, അയാളുടെ സന്നിധിയിൽ, ആ സന്നിധിയിൽ വൈരത്യാഗം ഉണ്ടാകുന്നു. അതായത് അഹിംസ ആരാണോ നേടുന്നത്, അയാളുടെ സന്നിധിയിൽ നമുക്ക് ശത്രുതാ മനോഭാവങ്ങൾ മുഴുവൻ ഇല്ലാതാകുന്നു. അപ്പം ശരിക്കും ഇവിടെ ഈ അഹിംസ എന്ന് പറയുന്നത് പരമമായിട്ടുള്ള പദത്തെ നേടിയിട്ടുള്ള ആള് ഭഗവാനാണ്. പരമപദം തന്നെ ഭഗവാനാണ്. ആ ഭഗവാന്റെ സന്നിധിയിൽ വൈരങ്ങൾ ഇല്ലാതാകുന്നു. നമ്മൾ ഈ പറയുന്ന പ്രശ്നങ്ങൾ മുഴുവനുള്ള സമയത്ത് നമ്മൾ ഈശ്വര വിചാരം ചെയ്താൽ നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ വളരെ ലഘൂകരിക്കപ്പെടുകയും ഒരു പരിധിവരെ ഇല്ലാതാകുകയും ചെയ്യും. ഈശ്വരൻ്റെ സന്നിധിയിലാണ് നമുക്ക് ഈ വൈരത്യാഗം, മറ്റുള്ളവരോടുള്ള വൈരാഗ്യവും ഒക്കെ പോകുന്നത്. ആ ഈശ്വരൻ എപ്രകാരമുള്ള ആളാണ്? ഈ ലോകത്ത് ഇത്രയും സംഘർഷങ്ങളുള്ള ഈ ലോകത്തെ ഉണ്ടാക്കിയിട്ട് സമുദ്രം പോലെ വികസിച്ച് അതിൽ ശാന്തനായിരിക്കുന്നവനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ശാന്തനായിരിക്കുന്ന ഭഗവാന്റെ സന്നിധിയിൽ അതനുഭവിക്കുന്നയാൾക്ക് വൈരത്യാഗം ഉണ്ടാകുന്നു. അർവാചീനനായ കവി ഭാരവിയും ഇപ്രകാരം പറയുന്നു. അർവാചീനം എന്ന് പറഞ്ഞാൽ മോഡേൺ എന്നർത്ഥം. പ്രാചീനം എന്ന് പറഞ്ഞാൽ ആൻഷ്യൻ്റ്, അർവാചീനം എന്ന് പറഞ്ഞാൽ മോഡേൺ. അർവാചീനം ആയിട്ടുള്ള കവി ഭാരവി. ഭാരവി എന്ന് പറഞ്ഞാൽ ഈ ഭാഷ്യകാരൻ്റെ കാലഘട്ടത്തിൽ മോഡേൺ ആയിട്ടുള്ള കവിയായിരുന്നു ഭാരവി. അദ്ദേഹത്തിൻ്റെ കിരാതാർജുനീയത്തിൽ ശ്രീ വേദവ്യാസനെ കുറിച്ച് പ്രകാരം പറയുന്നു: പരിത പടുവിപ്രദേനസാം ദഹനം ധാമ വിലോകനക്ഷമം മധുരൈരവശാനിലംഭയൻ അഭിര്യഞ്ചി ശമം നിരീക്ഷിതൈഹി. ഈ ശ്ലോകഭാഗം ശരിക്കും ശ്ലോകത്തിൽ, ആ കാവ്യത്തിൽ ക്രമം മാറിയിട്ടാണ് കിടക്കുന്നത്. അതായത് മധുരൈരവശാനിലംഭയൻ അഭിര്യഞ്ചി ശമം നിരീക്ഷിതൈഹി എന്നതാണ് ആദ്യത്തെ പാദം. പരിത പടുവിപ്രദേനസാം ദഹനം ധാമ വിലോകനക്ഷമം എന്നത് രണ്ടാമത്തെ പാദവും ആണ് ശരിക്കുള്ള ശ്ലോകത്തിൽ. പക്ഷെ ഇവിടെ തിരിച്ചാണ്. ആദ്യത്തെ പാദം രണ്ടാമതും രണ്ടാമത്തെ പാദം ആദ്യവുമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഭാഷ്യകാരൻ. ഞാൻ പറഞ്ഞു എന്ന് മാത്രം. എന്തായാലും ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം വ്യാസഭഗവാനെ കുറിച്ച് പറയുകയാണ്. നേരത്തെ നമ്മൾ കേട്ടു വ്യാസൻ എന്ന് പറയുന്നതും ഭഗവത് സ്വരൂപം തന്നെയാണ്. വ്യാസന്റെ ട്രാൻസെൻഡന്റൽ ഫോമിനെ കുറിച്ച് നമ്മൾ കേട്ടു. ആ വേദവ്യാസൻ ഏത് രീതിയിലിരിക്കുമെന്ന് പറയുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ മുന്നിലുള്ളവരുടെ പാപത്തെ ഇല്ലാതാക്കുന്നതും ഹിംസ്രമൃഗങ്ങളെ പോലും ശാന്തമാക്കുന്നതും ദർശിക്കാൻ സാധിക്കുന്നതുമായ പ്രകാശത്തോടെ വ്യാസ മഹർഷി നടന്നു. രണ്ടാമത്തെ അധ്യായത്തിൽ 55ാമത്തെ ശ്ലോകം, കിരാതാർജുനീയം. ഭഗവാൻ അഗ്നിസ്വരൂപനായിട്ട്, പ്രകാശസ്വരൂപനായിട്ടാണ് വ്യാസൻ മുന്നോട്ട് പോകുന്നത്. അതെങ്ങനെയാണ്? ഒറ്റ നോട്ടത്തിൽ, ഈ വ്യാസന്റെ ഒരു നോട്ടത്തിൽ മറ്റുള്ളവരുടെ പാപത്തെ ഇല്ലാതാക്കുന്നത്. ഭഗവാൻ ആരെയാണോ നോക്കുന്നത് അയാളുടെ പാപങ്ങളില്ലാതെയാണ്. ഹിംസ്രമൃഗങ്ങളെ പോലും ശാന്തമാക്കുന്നത്. പരസ്പരം കടിച്ചു കീറാൻ നിൽക്കുന്ന മൃഗങ്ങൾ ഇദ്ദേഹം നടന്നു വരുന്ന സമയത്ത് തങ്ങളുടെ ആ വാസനയെ മറന്നുകൊണ്ട് ശാന്തരായി നിലനിൽക്കും. അങ്ങനെ നിൽക്കുന്നതും ദർശിക്കാൻ സാധിക്കുന്നതുമായ വിലോകനക്ഷമം,
ദർശിക്കാൻ സാധിക്കുന്നതുമായ പ്രകാശത്തോടെ, അതായത് സൂര്യൻ്റെ പ്രകാശം പോലെ കണ്ടു കഴിഞ്ഞാൽ ദർശിക്കാൻ പറ്റാത്തത് എന്നുള്ളതല്ല, ദർശിക്കാൻ സാധിക്കുന്നതായ മനോഹരമായ കൺകുളിരെ കാണാൻ സാധിക്കുന്ന ആ രൂപത്തോടു കൂടി, എന്നാൽ താൻ നടക്കുമ്പോഴുള്ള ഉണ്ടാകുന്ന പ്രകാശം കൊണ്ട് താൻ കാണുന്നവരെ മുഴുവൻ പാപങ്ങളിൽ നിന്നും ഇല്ലാതാക്കാൻ ശക്തിയുള്ളത്, നടന്നു വരുമ്പോൾ ചുറ്റുമുള്ള ഹിംസ്രജന്തുക്കളെ പോലും ശാന്തരാക്കാൻ കഴിവുള്ളതും, എന്നാൽ കാണാൻ സാധിക്കുന്നതും ആയിട്ടുള്ള പ്രകാശത്തോടു കൂടി ശാന്തനായി ആ വ്യാസമഹർഷി നടന്നു. അപ്പോൾ ഈ പറയുന്ന അലറുന്ന സമുദ്രം ആണെങ്കിലും സമുദ്രത്തിനൊരു ശാന്തതയുണ്ട്. ആ ശാന്തത ആ സമുദ്രത്തിൻ്റെ ആ വലിപ്പത്തിലാണുള്ളത്. അപ്പം ഭഗവാൻ ഈ പറയുന്ന സമുദ്രം പോലെ ശാന്തമായി നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ശാന്ത എന്ന് നാമം.